ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ വയനാട്ടിൽ മന്ത്രിസഭാ ഉപസമിതി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റവന്യൂ, വനം, ടൂറിസം, SC/ST മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിയാവും ക്യാമ്പ് ചെയ്യുകയെന്നും ശ്രീറാം സാംബശിവറാവു പ്രത്യേക ഉദ്യോഗസ്ഥനായി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട്ടിൽ സർവകക്ഷി യോഗത്തിനും മന്ത്രിസഭാ യോഗത്തിനും ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രങ്ങളടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചാലിയാർ പുഴയിലും മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന ശ്രദ്ധ രക്ഷാപ്രവർത്തനത്തിലാണ്. തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിക്കും. പുനരധിവാസ പ്രക്രിയയ്ക്ക് ഫലപ്രദമായി നടപടി സ്വീകരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരും. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സ്വകാര്യത സൂക്ഷിക്കാനാവും വിധം ക്യാമ്പുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തും. ക്യാമ്പിനകത്ത് കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ലതായി പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്യാമ്പ് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിരിക്കും. ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്ന ഒരു ക്യാമ്പാണ്. ഓരോ കുടുംബത്തിലും ആ കുടുംബത്തിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ്. അപ്പൊ ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക. ആദ്യം നിങ്ങളോടാണ് പറയുന്നത്, ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് നടക്കാൻ പാടില്ല. കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ്, വിവിധ വീടുകളാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെങ്കിൽ പുറത്ത് വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കും. പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണും. ക്യാമ്പിനകത്ത് താമസിക്കുന്നവരെ കാണാൻ പോകുന്നവർക്ക് സംസാരിക്കാൻ ഒരു പൊതു സൗകര്യം ഒരുക്കും. ക്യാമ്പിനകത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായവുമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിദ്യ നൽകാനാവും. പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാവില്ല. മാനസികാഘാതം പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമാണ്. എല്ലാവർക്കും കൗൺസിലിംഗ് നൽകും. കൂടുതൽ പേരെ ദൗത്യത്തിന്റെ ഭാഗമാക്കും. ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അതിന് തയ്യാറല്ല. അവർക്ക് ഭക്ഷണം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലേത് മഹാദുരന്തമാണ്. പകർച്ചവ്യാധി തടയാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പുകൾ അംഗീകരിക്കണം. മൃതദേഹം തിരിച്ചറിയാനുള്ള സ്ഥലത്ത് ആളുകൾ തള്ളിക്കയറരുത്. ചത്ത മൃഗങ്ങളെയും കൃത്യമായി സംസ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം മികച്ച രീതിയിലാണ് നടക്കുന്നതെന്നും സേനയും മറ്റ് രക്ഷാപ്രവർത്തകരും നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അത് ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ടാണ് ഇടപെട്ടുണ്ട്. 29-ാം തീയതി നടന്ന ഘട്ടം മുതൽ ഈ നിമിഷം വരെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ ഏതാണ്ട് 9ഓളം മന്ത്രിമാർ ഇവിടെയുണ്ട്. മന്ത്രിസഭയാകെ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഒപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, റവന്യൂ അധികാരികളുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സേന ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു. ആ കാലാവസ്ഥ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കണ്ടെത്താനുള്ള ഭൗതിക ശരീരങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നുള്ളതാണ്. നിലവിലെ ഈ കണക്ക് എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്? കണക്ക് സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു വ്യക്തതയിലേക്ക് എത്താൻ പറ്റിയ സമയമായിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയൽ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.